വെൽക്കം ബാക്ക് ടു ആൻഡ് ഗെയിമർ. നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തൊരു അപ്ഡേറ്റ് വന്നു. അതിനകത്ത് നിങ്ങൾക്ക് മിസ്റ്റർ ബീസ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റും. മിസ്റ്റർ ബീസ്റ്റ് ആയിട്ട് എങ്ങനെ കളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ഈ സൂപ്പർമാൻ പവർ, അതായത് നിങ്ങൾക്ക് ഈ സൂപ്പർമാൻ ആവണമെങ്കിൽ ഈ ചിറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരെ ശരിക്കും PM0 PM10 അല്ല PM0. ഓക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ സാധാ പ്ലെയറായി ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. നമ്മൾ ഇനി എങ്ങനെയാണ് സൂപ്പർമാൻ ആവേണ്ടതെന്നാണ് ആദ്യം നിങ്ങൾ ഒരു സ്പോട്ട് വരുന്ന കണ്ടിരിക്കും. ഓക്കെ നമുക്ക് റാമിലകത്തുനിന്ന് വരാം. നിങ്ങൾ എന്തുവാ നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവർ പോലത്തെ അതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, അതിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അത് നിങ്ങൾ PM11 PM10 അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ബൾക്കൊന്നും കാണാൻ പറ്റും. ഉണ്ട് ഈ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും ഈ സൈഡിൽ ഒരു ഇത് കാണാൻ പറ്റുന്നതായിരിക്കും. റീസ്റ്റാർട്ട് നിങ്ങൾ കണ്ടല്ലോ ഹൽക്ക് മച്ചാനെ. ഓക്കെ കാണിച്ചു തരാം. കണ്ടല്ലോ ഗൈസ് നിങ്ങൾ ഹൽക്ക് മച്ചാനെ. ഓക്കെ സ്പീഡ് കാണിച്ചു തരാം. തൊട്ടാൽ മതി, എന്ത് സാധനമാണെങ്കിലും നീങ്ങി മാറും. ഓക്കെ ദേഹത്തിൻ്റെ ഒരു ഇടി കിട്ടിയാൽ മതി, PC ഒക്കെ തെറിച്ച് പോകും. സ്വർണ്ണം പോടാ. എൻ്റെ വീഡിയോ എങ്ങനെയൊക്കെ നോക്കാം, എങ്ങനെ നോക്കാം. എടിയടാണ്. ഓക്കെ ഇനി ഒന്ന് കണ്ടാ പോടാ പുളിശ്ശേരിയെ. നീ അവിടെ തന്നെ കാണാം. കണ്ടോ ഈ സാധനം അവനിത് അങ്ങോട്ട് പോയി. നമ്മുടെ വീട്ടകത്താണോ നോക്കട്ടെ. ചേട്ടാന് എന്തിനാണ് വെറുതെ തോന്നുന്നത്? വേണ്ട അവൻ കിടക്കുന്നു, അവൻ കിടക്കുന്നു. കാണിച്ചു തരാം. നോക്ക് ഞാൻ കാണിച്ചു തരാം. ഡാഡി ഇവൻ കിടക്കുന്നു. അയ്യമ്മേ ചാടാ അവിടുന്ന്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പവർ കാണിച്ചിടാം. ആകെ നല്ല ഹൈറ്റിൽ ചാടുക, പിന്നെ പഞ്ച് സൂപ്പർ പവർ ഉണ്ടുക. അത് മാത്രമേ ഉള്ളൂ എൻ്റെ പവർ. വേറെ പവർ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒന്നുമില്ല. ഇനി നേരെ സൂപ്പർമാൻ പവർ. അതിനകത്ത് നിങ്ങൾ PM11 അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കുമ്പോൾ സൂപ്പർമാൻ കാണാൻ പറ്റും. ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അത് ചാടാനൊന്നും പറ്റത്തില്ല, ഒന്നും താഴാൻ നിൽക്കത്തില്ല. ആകെ ഇങ്ങനെ ലേസർ വിട്ട് ആകെ ലേസർ ഇടുക. പിന്നെ ഏതെങ്കിലും വണ്ടി വന്നാൽ അതിനകത്ത് തെറപ്പിച്ചിടാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അമ്പടി
പിന്നെ നമുക്ക് വാണ്ടഡ് ലെവലും കിട്ടത്തില്ല. അതൊരു നല്ല കാര്യമാണ്. നമ്മൾ ഹൾക്കായാലും പിന്നെ നിങ്ങൾ ഇനി മിസ്റ്റർ ബീസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ IBD3D പ്ലഗിൻ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മിസ്റ്റർ ബീസ്റ്റിനെ കാണാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ സെലക്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ വേറെ ആയിട്ട് ഇത് കാണാൻ പറ്റും. യെല്ലോ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ എന്ന് കാണാൻ പറ്റും. യെല്ലോ കളറിൽ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ എന്തെങ്കിലും എഴുതി കാണുകയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ മോഡ് കോപ്പിയഡ് നൗ ഗോ ടു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിം ആൻഡ് പേ ആൻഡ് ഗോ ടു ഇൻ്റർനെറ്റ് ആൻഡ് ഇവിടെ ഒരു വഴ പോലത്തെ സാധനം കാണിക്കും. അതിൻ്റെ അപ്പുറത്ത് പേസ്റ്റ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ഗെയിമിൽ പോയിട്ട് നിങ്ങൾ നമ്മുടെ ഒരു ഡിറ്റക്റ്റീവുകാർക്കുള്ള മറ്റേ സാധനമില്ലേ, അതിൻ്റെ സാധനം കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ഞെക്കുമ്പോൾ അതിനകത്ത് പേസ്റ്റ് എന്ന് കാണാൻ പറ്റും. ആ പേസ്റ്റ് നിങ്ങൾ ഞെക്കുക. അപ്പോൾ പ്ലീസ് വെറ്റ് കാണിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ടൈം ലിമിറ്റ് കാണിക്കും. ആ ടൈം ലിമിറ്റ് തീർന്നിട്ട് നിങ്ങൾ നേരെ ടൈം ലിമിറ്റ് തീർന്നിട്ട് നിങ്ങൾ ആ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോൾ സൂപ്പർമാനെയും ഹൾക്കിനെയും എടുത്ത് കാണിച്ചതല്ല തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ IBD3D പ്ലഗിൻ്റെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അത് എപ്പോഴും നമ്മുടെ ഈ ഗെയിമിൽ സ്റ്റോർ ആയിരിക്കും. അത് നല്ല ഫീച്ചറാണ്. ഓക്കെ, ഇപ്പം മിസ്റ്റർ ബീസ്റ്റിന് എടുക്കാനുള്ള കോഡ് ചാർജസ്റ്റുള്ളിൽ പോയിട്ട് ഞാൻ PM7 അടിക്കുക. അപ്പോൾ പ്ലെയർ മോഡ് 7 കാണിക്കാൻ പറ്റും. നിങ്ങൾ വാഡ് ഓക്കെ, നിങ്ങൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മിസ്റ്റർ ബീസ്റ്റ് ഐഡി കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേറൊരു മോഡുണ്ട്. ആ മോഡ് നിങ്ങൾ ഇത് സെയിം രീതി ചെയ്തിട്ട് സിറ്റി വ്യൂ ആണെന്നാണ് അതിനകത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണാൻ പറ്റും. മിസ്റ്റർ ബീസ്റ്റ് മാള് ഷെൻഡ് പൊന്ന് ഇത് എടുത്തോ. നിങ്ങൾ എൻ്റെ രണ്ടിൻ്റെ അടിക്കുമ്പോൾ രണ്ടേയും വൈക്കുന്ന ഗുണം കാണാൻ പറ്റും. അവിടെ നിങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ ഇത് വന്നതാണ് ഗ്ലിച്ച് വർക്കാവുന്നില്ല. അവിടെ പിന്നെ ചിലപ്പോൾ ഗ്ലിച്ച് വർക്കാവും. സോറി ഗൈസ്, ഞാൻ ബൈക്കുമാണ്. ഇന്നും കാറും ബൈക്കും വരുന്നു. നമുക്ക് ടാർസൻ എടുക്കാം. ടാർസൻ ഒരു സിനിമയല്ല, പണ്ടത്തെ സിനിമയില്ല. ടാർസൻ നമുക്ക് ബൈക്ക് വേണ്ട. നല്ല 400 ഓടുമ്പോൾ ഈ ബൈക്ക് വരും. ഓക്കെ, എൻ്റെ രണ്ടിൻ്റെ ശീലം കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ശീലം കയറും. ബ്രേക്ക് പിടിക്കണം. ബ്രേക്ക് കറണ്ട്
റെയിൽവേ സ്റ്റേഷനോ? റെയിൽവേ സ്റ്റേഷൻ വേണ്ട റെയിൽവേ സ്റ്റേഷൻ. ഇതിന് മുന്നുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ട നിങ്ങൾ ചങ്ക് കിട്ടും. സിറ്റി ഫീവറിനെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അമ്മാതിരി സിറ്റി ഫീവർ. ഓക്കെ ചേട്ടാ ഈ ഡിഫൻഡറോ അത്ര നേരം വേറെ ഡിഫൻഡർ നമ്മുടെ ഡിഫൻഡറിന് ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് വണ്ടി മാറ്റിപ്പിടി, സാധനം മാറ്റിപ്പിടി. നമുക്ക് 400 എടുത്ത് ഈ സാധനം 4000 ഓടി വരുന്ന പോർച്ച് 400 തന്നെ അടിക്കണം. അപ്പുറം ഇഞ്ച വിളക്കത്തിനാ അത് ബീച്ചിലോട്ട് കൊണ്ട് വരികയാണ്. അതൊരു ഡ്രൈവിംഗ് സ്കിൽസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ റെയിൽവേ സ്റ്റേഷൻ വെരി സാഡ്. നിങ്ങൾ നേരത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ? അതാണ് റിയൽ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ പോലും വരുന്നില്ല. സ്നൈപ്പർ എടുത്ത് നോക്കട്ടെ, അതാണ് ട്രെയിൻ വരുന്നുണ്ടെന്ന്. ഒരു ട്രെയിൻ പോയിട്ട് കുന്തം പോലും ഇല്ല. ഓക്കെ നമുക്ക് ഒരു വെറൈറ്റി നമുക്ക് പിന്നെ ഒരു വെറൈറ്റി ഐറ്റം കാണിച്ചു തരാം. ഐറ്റം എന്ന് വെച്ചാൽ നിങ്ങൾ RGSൽ പോയിട്ട് ഇവിടെ നമുക്ക് സ്ഥലം മാറ്റി നമുക്ക് നമ്മുടെ അവിടെ വേണ്ട ഭയങ്കര ചൂടാ. നമ്മുടെ നമ്മുടെ പ്ലെയറിൻ്റെ പഴയ വീട് അകത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ ഓണാവുന്നു. അതിന് നമുക്ക് നമ്മുടെ ഓർമ്മയ്ക്കായി നമ്മുടെ ഈ പ്ലെയറിൻ്റെ
ഇവിടെ സേവ് എടുക്കാം